മഹാന്മാരെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഒരു കാരണമായി തീരും. മഹാന്മാരെ നിന്ദിക്കുകയോ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇറങ്ങുന്നത് എങ്കിൽ തീർച്ചയാണ് നമുക്ക് അവരുടെ കുരുത്തക്കേട് അല്ലെങ്കിൽ അവരുടെ ക്ഷാപം അല്ലെങ്കിൽ അവരുടെ വിഷമം നമ്മുടെ ജീവിതത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ താറുമാറായി പോകും. ഇപ്പോഴാണ് നമുക്ക് പല ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ നമ്മൾ ആകെ പൊട്ടി പാളീസാകുന്നു. പറയും പല ചികിത്സക്കാരൻ്റെ അടുത്ത് അങ്ങന്മാരുടെ അടുത്ത് പോകും, എനിക്ക് എൻ്റെ ജോലിയിൽ ബിസിനസ് വർക്കത്തില്ല, കടം കുന്നുകൂടുന്നു, പിന്നെ രോഗിയാണ്, ആക്സിഡൻ്റ് ആകുന്നു, ചൊട്ടൊന്നും പൊന്നാകിടില്ല, ആ ഗടങ്ങേറിയിലാണ്, മനസ്സ് അസ്വസ്ഥതയിലാണ്. പൊന്നുമോനെ പൊന്നുമോളെ, നീ ഏതെങ്കിലും റബ്ബ് ഇഷ്ടപ്പെടുന്ന റബ്ബിൻ്റെ അഹ്ലുകാരനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. ആദ്യം നീ നോക്കേണ്ടത് അതാണ്. നീ ആദ്യം നോക്കേണ്ടത് എന്താണ്? നീ ഏതെങ്കിലും റബ്ബ് ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ അഹ്ലുകാരനെ നീ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം നീ നോക്കേണ്ടത്. അങ്ങനെ നിന്റെ മനസ്സിൽ നീ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരിക. ഞാൻ യാത്ര പോകുമ്പോ, ഡ്രൈവ് ചെയ്യുമ്പോ ഏതെങ്കിലും ഒരാളെ ഞാൻ തെറി വിളിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ കുറ്റം പറഞ്ഞോ, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കൂടെ കൂടി നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞോ, അല്ലെങ്കിൽ വിഷമിപ്പിച്ചോ, അടിക്കാൻ പോയോ അടിച്ചോ, ഇല്ലെങ്കിൽ കുടുംബം കലക്കിയോ, ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന്, ഫേസ്ബുക്ക് തുറന്ന്, അല്ലെങ്കിൽ വാട്സപ്പ് തുറന്ന്, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു മീഡിയ തുറന്നിട്ട്, ഇൻസ്റ്റഗ്രാം ആകട്ടെ ഏതെങ്കിലും തുറന്നിട്ട്, നമ്മൾ ഏതെങ്കിലും റബ്ബ് ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ അഹ്ലുകാരനെ, പണ്ഡിതനെ, ഒരു തങ്ങന്മാരെ, അല്ലെങ്കിൽ ഏതെങ്കിലും സയ്യിദിനെ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയെ, അല്ലെങ്കിൽ പോകട്ടെ വേറെ ഏതെങ്കിലും ഒരാളെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് അപ്പം നമുക്ക് പിടുത്തം കിട്ടും. റബ്ബേ പടച്ചോനെ, ഞാൻ ഇന്നലെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എൻ്റെ നേരെ എതിര് വന്ന ഒരു വണ്ടിക്കാരനെ ഞാൻ ചീത്ത വിളിച്ചല്ലോ, അവരെ ഞാൻ അറിയാതെ തെറി വിളിച്ചു. ചിലപ്പോൾ കുഴി തെറ്റണ്ടാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് എടുത്തതായിരിക്കും, നമ്മൾ അറിയാതെ വിളിച്ചിട്ട് പോയിട്ടുണ്ടാകും, കെൽബിൻ്റെ മോനെ, മറ്റേ മോനെ എന്നൊക്കെ. പക്ഷേ ആ വിളി കേൾക്കുന്നത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അപ്പുറത്തുള്ള ആള് ചിലപ്പോൾ റബ്ബിലേക്ക് അടുത്ത റബ്ബിന്റെ അഹ്ലുകാരനായിരിക്കും. അപ്പൊ ചീത്ത വിളിച്ച നമ്മളാരായി? നമ്മളെ ജീവിതം തന്നെ പോയി, നശിച്ചു പോയി. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും റബ്ബിന്റെ അഹ്ലുകാരനെ കുറ്റം പറയാൻ പാടില്ല.